പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 30-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹാരങ്ങളാടി മണിപൂരങ്ങൾ കോർത്തിടകൾ ദൂരം വെടിഞ്ഞു നടുവിൽ പാരം പ്രഭാഭിരിട ചേരുന്ന നായക സുമാരഞ്ജിതദ്യുതിയൊടും താരങ്ങളാലമൃതകാരൻ കണക്ക് നിജചാരത്തു താരക വിപക്ഷോരസ്ഥലം പഴനി സാരം നിനയ്ക്ക ബഹുവാരം മദീയ മനമേ. ഹാരങ്ങളാടി മണിപൂരങ്ങൾ കോർത്തിടകൾ ദൂരം വെടിഞ്ഞു നടുവിൽ പാരം പ്രഭാഭിരിട ചേരുന്ന നായക സുമാരഞ്ജിതദ്യുതിയൊടും താരങ്ങളാലമൃതകാരൻ കണക്ക് നിജചാരത്തു താരക വിപക്ഷോരസ്ഥലം പഴനി സാരം നിനയ്ക്ക ബഹുവാരം മദീയ മനമേ. ഇതാണ് ശ്ലോകം. മണിപൂരങ്ങൾ, ധാരാളം രത്നമണികൾ കോർത്തുണ്ടാക്കിയതും ഇടകൾ ദൂരം വെടിഞ്ഞ് ചേർത്ത് ഇണക്കിയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ദൂരം ഇല്ലാത്ത രീതിയിൽ വളരെ അടുപ്പിച്ചട്ടിയായിട്ട് ചേർത്ത് അണിഞ്ഞിട്ടുള്ളതും നടുവിൽ മധ്യഭാഗത്തായി പാരം പ്രഭാഭി, ഏറ്റവും കൂടുതൽ പ്രഭാപൂരിതമായി ഇടചേരുന്ന ചേർത്ത് ഇണക്കിയിട്ടുള്ള നായക സുമാരഞ്ജിതദ്യുതിയോടും പതക്കത്തിൻ്റെ മനോഹരമായ ശോഭയോടു കൂടിയതും താരങ്ങളാൽ, നക്ഷത്രങ്ങളാൽ അമൃതകാരൻ കണക്കെ, അമൃതകാരൻ എന്ന് പറയുന്ന ചന്ദ്രബിംബമാണ്. അപ്പോൾ ചന്ദ്രബിംബത്തെ പോലെ പഴനിസാരം, പഴനി തത്വ പൊരുൾ, താരക വിപക്ഷോരസ്ഥലം, താരക വിപക്ഷം എന്ന് പറഞ്ഞാൽ താരകൻ്റെ എതിരായിട്ടുള്ള, അപ്പോൾ ഇവിടെ താരക ശത്രു എന്നുള്ള അർത്ഥത്തിലാണ്. താരക ശത്രുവായ, താരകാസുരൻ്റെ ശത്രു എന്നാണ്. അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ മാറിടം, ഓരസ്ഥലം എന്ന് പറയുമ്പോൾ വിപക്ഷ ഉരസ്ഥലം എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ ഇതിനെ ഇഴപിരിക്കണം. വിപക്ഷോരസ്ഥലം, വിപക്ഷത്തുള്ള എന്ന് പറഞ്ഞാൽ ശത്രുവായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ ഉരസ്ഥലം, മാറിടം, നിജചാരത്ത്, സ്വന്തം സമീപത്തിരിക്കുന്നതായി ബഹുവാരം നിനയ്ക്ക മദീയ മനമേ. ഈ ബഹുവാരം എന്ന് പറഞ്ഞാൽ ദീർഘകാലം എന്നാണ്. വാരം ആഴ്ചയാണ്. അതല്ല, വാരത്തിന് തന്നെ ഈ അകലം എന്നൊരർത്ഥം കൂടെ. അപ്പം അങ്ങനെ ഇവിടെ പറയുന്നത് ആ വാരത്തിന് ദീർഘകാലം എന്നർത്ഥം. ഈ വാഴയൊക്കെ വെക്കുമ്പം അതിന് ഇത്ര വാരം അകലം എന്നൊരു കണക്കുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ കാലത്തെ, ആ കാലത്തിൻ്റെ അകലമാണ് എന്ന് പറഞ്ഞാൽ ബഹുവാരം, നിർത്തലില്ലാതെ ദീർഘകാലം തുടർച്ചയായി നിനയ്ക്കാൻ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക, സവിസ്തരം നനയ്ക്കുക എന്നർത്ഥം എടുക്കാം. മദീയ മനമേ, എൻ്റെ മനസ്സേ. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സുബ്രഹ്മണ്യൻ്റെ മാറിടത്തിൽ ധാരാളം രത്നമണികൾ കോർത്തുണ്ടാക്കിയ മാലകൾ വരിവരിയായി ഞെരുങ്ങി മുട്ടിയുരുമ്മി ഇളകിയാടിക്കൊണ്ടിരിക്കുന്നു. ആ മാലകളുടെ നടുവിൽ പ്രശോഭിതമായ പതക്കത്തിൻ്റെ പ്രഭ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രബിംബം കണക്കെ കാണപ്പെടുന്നു. എൻ്റെ മനസ്സേ, പഴനിയുടെ സാരമായിരിക്കുന്നവനും താരകാസുരൻ്റെ ശത്രുവുമായ സുബ്രഹ്മണ്യൻ്റെ അങ്ങനെയുള്ള തിരുമാറിടം,
സ്വന്തം സമീപത്തിരിക്കുന്നതായി ഭാവന ചെയ്തുകൊണ്ട് ബഹുവാരം ദീർഘകാലം ധ്യാനിക്കുക. സുബ്രഹ്മണ്യൻ്റെ മാറിടമാണ് ഈ ശ്ലോകത്തിൽ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. പതക്കം പിടിപ്പിച്ചതും അനേകം മടക്കുകളോട് കൂടിയതുമായ രത്നമണികൾ കോർത്തുണ്ടാക്കിയ മുത്തുമാലകൾ ധരിച്ച നിലയിൽ പ്രശോഭിതമാണ് ആ മാറിടം. മാലകളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന മുത്തുകളെ നക്ഷത്രങ്ങളോടും പതക്കത്തെ ചന്ദ്രനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട അഥവാ നക്ഷത്രദീപ്തമായ ആകാശത്തിൽ വിരാജിക്കുന്ന ചന്ദ്രൻ നക്ഷത്രങ്ങളെക്കാൾ പ്രശോഭിതനാണ്. ഇതൊരു വിരോധാഭാസമാണ്. സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ചന്ദ്രൻ്റെ ഉപരിമണ്ഡലത്തിൽ പതിക്കുന്ന സൗരാഗ്നിയുടെ പ്രതിഫലിത ശോഭയാണ് ചാന്ദ്രബിംബശോഭയായി ഭാസിക്കുന്നത്. ഭൂമി അംഗഗ്രഹമായ സൗരയൂഥ നായകനായ സൂര്യൻ്റെ ശോഭയാണ് വാസ്തവത്തിൽ ചന്ദ്രബിംബശോഭയായി പ്രഭാസിക്കുന്നത്. സൂര്യനെ ആശ്രയിച്ചു വർത്തിക്കുന്ന ഭൂവാസികൾക്ക് കോടിക്കണക്കിനുള്ള സ്വയം പ്രകാശിത നക്ഷത്രങ്ങളെക്കാൾ പ്രശോഭിതനായി ഇരുൾഗ്രഹമായ ചന്ദ്രനെ പ്രകാശിപ്പിച്ചു കാണിക്കുന്ന സൂര്യനെ ദൃഷ്ടാന്തമാക്കി നാനാത്വത്തിലെ ഏകത്വം സാക്ഷാത്കരിക്കാനാണ് സ്വന്തം മനസ്സിന് ഗുരു നൽകുന്ന നിർദ്ദേശം. പരോക്ഷമായ ബ്രഹ്മപ്രഭാവത്തെ ഉപാസനയിലൂടെ പ്രത്യക്ഷീഭവിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ജ്ഞാനോപാസനയാണ് ഇവിടെ അരങ്ങേറുന്നത്. സൃഷ്ടിന്മുഖ സംഹാരധർമ്മ പ്രതീകമായ ശൈവതത്വപ്പൊരുളിനെ പളനീവാസനായ സുബ്രഹ്മണ്യൻ്റെ കൽപ്പിത ബിംബത്തിൽ ദർശിക്കാൻ പ്രായോഗിക അദ്വൈത ദർശനം പര്യാപ്തമാണെന്നാണ് ഗുരു സമർത്ഥിച്ചിരിക്കുന്നത്. ഷൺമുഖനെ വിരാട് രൂപിയായി ഭാവന ചെയ്തുകൊണ്ട് ആ പൊരുളിനെ ഉദ്ദീപ്തമാക്കുന്ന കേന്ദ്രബിന്ദുവായി സുബ്രഹ്മണ്യൻ്റെ മാറിടത്തെ ധ്യാനിക്കുന്ന ഉപാസനാ വിദ്യയാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.